പ്രണയസഖി ഭാഗം 23. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ചെയ്യണം. ആര്? ഞാനോ? ഞാനാണ് നിന്റെ കെട്ടിയവൻ്റെ ജീവിതം കളഞ്ഞത്? നല്ല തമാശ. നീയാണ് അയാളുടെ ജീവിതം നശിപ്പിച്ചത്. മറ്റൊരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് ഒടുക്കം അയാളുടെ ജീവിതത്തിൽ ചെന്നിട്ട് അയാളെയും ചതിച്ച് കടന്നു കളഞ്ഞു നീ. ഒരേ സമയം രണ്ടുപേരെ ചതിച്ചു നീ. എൻ്റെ വീട്ടുകാർ നിന്നെ എത്രമാത്രം ശപിച്ചു കാണും. പൂജയുടെ ഹൃദയം മുറിക്കുന്ന രീതിയിലായിരുന്നു അവളുടെ സംസാരം. അവനറിയാം അവളോട് എങ്ങനെ പറഞ്ഞാൽ അവളുടെ ആവേശവും തൻ്റെയിടവുമൊക്കെ ഒതുങ്ങുമെന്ന്. പൂജയൊന്നും മിണ്ടിയില്ല. മുന്നിലിരിക്കുന്നവനോട് ഇത്രയും നേരം വീറോട് സംസാരിച്ച് നിന്നവളുടെ നാക്കൊക്കെ എവിടെയോ പോയി ഒളിച്ചിരുന്നു. ഗൗതമിൻ്റെ വീട്ടുകാരെയും അവനെയും ഓർക്കാത്ത ദിവസങ്ങളില്ലെന്ന് പറയാം. കിരൺ പറഞ്ഞതുപോലെ അവരൊക്കെ ഓരോ നിമിഷവും തന്നെ ശപിച്ചു കഴിയുകയാണെന്നറിയാം. സ്വന്തം മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നൊരു ദുഷിച്ച ജന്മം. പൂജയ്ക്ക് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. എല്ലാം തനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും മറ്റൊരാൾ അത് പറയുമ്പോൾ വേദന കൂടും. പൂജ. കിരൺ കൗശലക്കാരനായ കുറുക്കനെ പോലെ അവളെ വിളിച്ചു. കഴിഞ്ഞതൊക്കെ വിട്. നിന്നെ നേടാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. നീ കരുതും പോലെ നിന്നെ ദ്രോഹിക്കാനല്ല. അങ്ങനെ ആയിരുന്നേൽ എനിക്കതെപ്പോഴേ ആക്കാമായിരുന്നു. എനിക്ക് വേണം പൂജ നിന്നെ. മേശപ്പുറത്തിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിലേക്ക് തൻ്റെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞതും പൂജ രൂക്ഷമായി അവനെ നോക്കി. കൈ വലിച്ചെടുത്ത് ശക്തമായി അവൻ്റെ കവളിലേക്ക് പതിപ്പിച്ചതും ചുറ്റിനുമിരുന്ന പലരുടെയും കണ്ണുകൾ അവരിയ്ക്കുന്ന ഭാഗത്തേക്ക് നീണ്ടു. കിരൺ ഒരു നിമിഷം അവൻ്റെ കവിളിൽ തൻ്റെ കൈ വെച്ചുപോയി. അവളിലെ സകല ദേഷ്യവും തീർക്കും പോലെയായിരുന്നു ആ അടി. എടി, നിന്നെ ഞാൻ. മിണ്ടരുത്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അറിയാലോ. പൂജ അവനോട് താക്കീത് പോലെ പറഞ്ഞതും കിരൺ അവൾക്ക് നേരെ ചൂണ്ടിയ വിരൽ മടക്കി ദേഷ്യത്തോടെ മേശയിലേക്ക് അമർത്തി. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ പൂജ നീ? ഇതുവരെയുള്ളത് ഞാൻ ക്ഷമിച്ചേനെ, പക്ഷേ ഇത്. അവൻ കവളിൽ കൈവച്ച് പല്ല് കടിച്ച് പറഞ്ഞതും പൂജ പുച്ഛത്തോടെ അവനെ നോക്കി. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ കിരൺ? നീ എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ തരണമെന്ന് കരുതിയതാ. പക്ഷേ പിന്നെ കരുതി നിന്നോട് 2 വർത്തമാനം പറഞ്ഞിട്ടാകാമെന്ന്. ഓ, അപ്പോൾ മോളെല്ലാം കരുതിക്കൂട്ടി തന്നെയാ വന്നതല്ലേ? ഇത്രയും നാളും ഞാൻ പ്ലാൻ ചെയ്തു പോലെയാടി നിന്റെ ജീവിതം പോയതും. ഇനിയും അങ്ങനെയായിരിക്കും. എനിക്ക് തോന്നണം നിന്നെ എപ്പോൾ എങ്ങനെ വെറുതെ വിടണമെന്ന്. അവളോടുള്ള പകയിൽ അവൻ പറഞ്ഞതും പൂജയ്ക്ക് അവനെ മേശപ്പുറത്തിരിക്കുന്ന സ്പൂൺ എടുത്ത് ഒറ്റ കുത്തിന് കൊല്ലാൻ തോന്നി. ഇത്രത്തോളം എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇനിയും ഇവനിങ്ങനെ വെല്ലുവിളിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രണം പോലും സ്വയം നഷ്ടപ്പെട്ടു പോവുകയാണ്. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഇത്ര നാളും നീ കണ്ട പൂജയല്ല ഞാനിപ്പോൾ. അന്നൊക്കെ നിന്റെ സ്നേഹത്തിൽ ഒരു പൊട്ടിയായി ജീവിച്ച് ചുറ്റിനും നടക്കുന്നൊന്നും അറിയാതെ നിന്റെ മോഹവലയത്തിൽ പെട്ടുകിടന്ന പൊട്ടിപ്പെണ്ണല്ല ഞാനിന്ന്. ഇന്നെനിക്കെല്ലാം അറിയാം, എല്ലാം. അതുകൊണ്ട് കൂടുതൽ പേടിപ്പിക്കലൊന്നും വേണ്ട. നടപടിയില്ല കിരൺ. ഇപ്പം കിട്ടിയ അടിയില്ലേ, അത് നിനക്കുള്ള വാണിംഗ് ആണ്. ഇനി എൻ്റെ പിന്നാലെ വരാതെ ഇരിക്കാൻ. എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. ഇനിയൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയണ്ട. പക്ഷേ എന്നെ ഇനി തേടി വരരുത് നീ. അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയവൾ പറഞ്ഞു. എന്നാലും അവളുടെ അടിയും കൊണ്ട് നീ ഇങ്ങ് പോന്നോ? കൊടുക്കാൻ മേലായിരുന്നോ തിരിച്ച് 2 എണ്ണം? അടികൊണ്ട് കവളിൽ പതിയെ തലോടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള സാമുവിൻ്റെ പരിഹാസത്തോടെയുള്ള സ്വരം കേൾക്കുന്നത്. അവൻ്റെ സംസാരം കൂടിയായതും കിരണിൻ്റെ പക കൂടിയിരുന്നു. കൊടുക്കാം, കൊടുക്കാതെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിരണിൻ്റെ വാക്കുകളിൽ അവളോടുള്ള പകയൊരു കനലായി ഉയർന്നു പൊങ്ങി. എന്നാലും അവൾ കൊള്ളാലോ. നിന്നെ നയത്തിൽ വിളിച്ചു വരുത്തിയത് ഇതിനായിരുന്നല്ലേ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ കിരൺ, അവളുടെ മനസ്സിൽ എന്തോ പ്ലാനിങ് ഉണ്ടെന്ന്. അല്ലാതെ നിന്നോട് അവൾ വരാൻ പറയില്ലെന്ന്. കാണുന്നത് പോലെയല്ല, പഠിച്ച കളിയാണ് പെണ്ണ്. നിന്നെയൊക്കെ വിറ്റ കാശ് അവളുടെ പോക്കറ്റിലുണ്ട്. കിരൺ സാമുൽ കേട്ട് ഒന്ന് അമർത്തി മോളി. തന്നോട് അവൾ ഇന്ന് കാണിച്ചതും പറഞ്ഞതുമൊക്കെ അവൻ്റെ മനസ്സിലങ്ങനെ തികട്ടി വന്നു. അവളെ കൊല്ലാനുള്ള ദേഷ്യം മുന്നിൽ നിൽക്കുമ്പോഴും അവനൊരു അവസരത്തിനായി കാത്തിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി എന്താ നിൻ്റെ പ്ലാൻ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നീ അവളെയും തേടി വന്നിട്ട് വെറുതെ വിടാനാണോ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? അതും അവൾ എൻ്റെ കവളിൽ നല്ലൊരു സമ്മാനം കൂടി തന്നില്ലേ? ഇനി ഒട്ടും പറ്റില്ല വിട്ടുകളയാൻ. എല്ലാത്തിനും ചേർത്ത് പലിശ സഹിതം കൊടുക്കണം. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ ജീവിതം നോക്കാൻ. കിരൺ തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. അത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. നീയും അങ്ങനെയാണല്ലോ. എനിക്കറിയാം. അതുകൊണ്ടാ നീ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഈ കിരൺ സ്നേഹിച്ചാൽ എന്തിനും കൂടെ കാണും. പക്ഷേ ശത്രുപക്ഷത്താക്കിയാൽ പിന്നെ അത് വിട്ട് കിരൺ പെട്ടെന്ന് വിഷയം മാറ്റി.
കിരണിൻ്റെ സ്വഭാവം സാമുവിന് നന്നായി അറിയാം. അവൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്, അല്ലേ തൻ്റെ പല രഹസ്യങ്ങൾക്കും അവൻ ഭീഷണിയാകും. സ്നേഹിച്ച പെണ്ണിനെ അല്ല, സ്നേഹം നടിച്ച പെണ്ണിനോട് എന്തോ ചെറിയ വാശിക്ക് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്ലാത്തവരോട് അവൻ എങ്ങനെയായിരിക്കും? ആ, ഇവനൊക്കെ ആരുടെയും കത്തിയുടെ പിടിയിൽ തീരും. അയാൾ കിരണിനെ നോക്കി. അവൻ കേൾക്കാതെ പതിയെ പറഞ്ഞു. അവനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് പോലും അവനെ ഇഷ്ടമല്ലായിരുന്നു. കിരണാണേൽ പൂജയോടുള്ള പകയിൽ അവളെ എങ്ങനെയും വേദനിപ്പിക്കാൻ ഒരവസരത്തിനായുള്ള ആലോചനയിലായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് പൂജ ഓഫീസിലേക്ക് ചെല്ലുന്നത്. ഇന്നലെ തന്നെ ഹാഫ് ഡേ ലീവ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് വന്ന് കയറിയപ്പോൾ മാനേജർ ഒന്നും തന്നെ പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തേലുമൊക്കെ പറയാൻ വന്നേനെ. അതൊരു കണക്കിന് നന്നായി. അല്ലേ തന്നെ മൂഡ് ശരിയല്ല. അതിൻ്റെ കൂടെ അയാളുടെ വായിലിരിക്കുന്ന കൂടി കേൾക്കാൻ വയ്യ. സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഹിരണി വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ അറിയാൻ പുറകെ വന്നേനെ. ഒന്നാമത് ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആരെന്തു ചോദിക്കാനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവളോട് എന്താണ് പറയേണ്ടത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം തോന്നുകയാണ്. പക്ഷേ മനസ്സിനൊരു സമാധാനമുണ്ട്. അവനിട്ട് ഒരു അടി കൊടുക്കാൻ പറ്റിയല്ലോ, അതിൻ്റെ സന്തോഷമോ സമാധാനമോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ട് മനസ്സിൽ. പൂജ ജോലി ചെയ്യുന്നത് നിർത്തി അവിടെ നടന്നു നോക്കി ഒന്നുകൂടി ഓർത്തെടുത്തു. ഇത്രയൊക്കെ അവൻ എന്നോട് ചെയ്തു കൂട്ടിയിട്ടും പിന്നെ എന്നെ വെറുതെ വിടാൻ അവനൊരു ഉദ്ദേശമില്ല. എന്തൊക്കെയോ മനസ്സ് കണക്കൂട്ടിയാണ് അവൻ്റെ വരവ് തന്നെ. ഒരടി കൊടുത്തത് കൊണ്ടോ അവനോട് രണ്ടെണ്ണം പറഞ്ഞതുകൊണ്ടോ അവൻ അത്ര വേഗം പോകില്ല. അവൻ എന്നോട് പ്രതികാരമാണ്. അത് അവസാനിപ്പിക്കാൻ അവനായി തോന്നാതെ ഇത് അവസാനിക്കില്ല. പൂജയ്ക്കറിയാമായിരുന്നു അവൻ ഇനിയും വരുമെന്ന്. എങ്ങനെയാണേലും അവന് മുന്നിൽ തോറ്റുകൊടുക്കാനോ അവന് കീഴ്പ്പെടാനോ ഇനി ഒരിക്കലും നിൽക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. എത്രമാത്രം അവനെ സ്നേഹിച്ചോ അത്രത്തോളം അവനെ ഇന്ന് വെറുക്കുന്നുമുണ്ട് പൂജ. എന്തായി പൂജ, അവനെ നീ കണ്ടോ? എന്തു പറഞ്ഞു? നീ പറഞ്ഞില്ലേ ഇനി നിന്റെ പിന്നാലെ ഇനി വന്നേക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞാലൊന്നും അവൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ അന്നത്തെ ഷോയൊക്കെ കണ്ടില്ലേ, എന്തൊക്കെയായിരുന്നു നിന്നെ തേടി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് കാണിച്ചത്. അതുകൊണ്ട് അവനെ വിശ്വസിക്കാനും പറ്റില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ പൂജയോട് കിരണിനെ കാണാൻ പോയ കാര്യം ചോദിക്കുവാണ് ഹിരണി. ഓഫീസ് കഴിയുന്നത് വരെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ അറിയാതെ ഒരുവിധം പിടിച്ചു നിന്നാണ്. മാനേജറെ പേടിച്ചെന്ന് പറയാം. അയാൾ കണ്ടാൽ പിന്നെ അതു മതി. അയാളുടെ മുന്നിൽ വെച്ച് എന്നേലും ചോദിക്കാൻ പോയാൽ അയാൾ എന്നെ കൊല്ലും. പിന്നെ വൈകുന്നേരം വരെ എന്നേലുമൊക്കെ പണി തന്നുകൊണ്ടിരിക്കും. അത് പേടിച്ചാണ് ഒന്നും മിണ്ടാൻ പോലും നിൽക്കാഞ്ഞത്. പറ പൂജ, എന്തായി? അവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഞാനും കൂടി വരാമെന്ന്. നീ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ. അല്ലെങ്കിൽ എനിക്കും അവനോട് രണ്ടെണ്ണം പറയാനുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ തനിക്കൊപ്പം വണ്ടിയിലേക്ക് കയറുന്നവളെ നോക്കി ഹിരണി ഓരോന്നായി പറയുന്നുണ്ട്. കിരണിനെ കണ്ടിട്ട് വന്നപ്പോൾ മുതൽ പൂജയാകെ മൗനത്തിലാണെന്ന് ഹിരണിക്കറിയാം. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അതൊന്ന് പുറത്തെടുക്കണം. ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചാൽ മാത്രമേ പെണ്ണ് എന്തെങ്കിലും പറയൂ. അല്ലെങ്കിൽ മനസ്സിലിട്ടുകൊണ്ടിരിക്കും. അതാണ് പൂജയുടെ സ്വഭാവം. പൂജ. ഫ്ലാറ്റിലേക്ക് വണ്ടി തിരിച്ചതും പൂജയെ ഒരിക്കൽ കൂടി മറുപടിക്കായി ഹിരണി വിളിച്ചു. പറയാം. അവൾ ഓരോന്നായി നടന്നതെല്ലാം പറയാൻ തുടങ്ങി. എല്ലാം കേട്ടതും ഹിരണിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി കിരണിനോട്. അതിനിടയിലും അവൾക്ക് അവനിട്ട് കൊടുക്കാൻ തോന്നിയ അടി അവൾക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി പെണ്ണെ, അവൻ ഒരെണ്ണം ആവശ്യമായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് അവനിട്ട് ഒരെണ്ണം കൊടുക്കാൻ തോന്നിയല്ലോ. അവൻ അത് വേണം. അവനത് അർഹിക്കുന്നുണ്ട്. അവനൊരടി കൊടുത്തെന്ന് കരുതി അവൻ അങ്ങനെയൊന്നും പോകില്ല ഹിരണി. അവൻ്റെ മനസ്സ് നിറയെ അത്രയ്ക്ക് വിഷമാണ്. ഞാൻ ചിന്തിച്ചതിനേക്കാളും കരുതിയതിനേക്കാളും അപ്പുറം വിഷം. പൂജ അവൻ്റെ സംസാരമെല്ലാം ഓർത്തുകൊണ്ട് പറഞ്ഞു. ഒരു കണക്കിന് ഇതൊക്കെ ഇങ്ങനെയായത് നന്നായി. അല്ലെങ്കിൽ അവൻ്റെയൊക്കെ കൂടെ പോയിരുന്നിൽ ഇന്ന് നിൻ്റെ ജീവിതം എന്തായേനെ? അവനെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ച് അവസാനം അവൻ നിന്നെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത വിധം നടുക്കടലിൽ കൊണ്ടിടും. അവിടെ നിന്ന് നിനക്കൊരിക്കലും മോചനമുണ്ടായെന്ന് വരില്ല പൂജ. അവനെപ്പോലെ ഒരു ആണും പെണ്ണും കെട്ടവൻ നിന്നെ വെച്ച് എന്തൊക്കെ പ്ലാൻ ചെയ്തെന്ന് ആർക്കറിയാം? ഇത്രയൊക്കെ അവന് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ ആരാ മോനെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹിരണി പറഞ്ഞത് എത്രയോ ശരിയായ കാര്യമാണ്. അവനെപ്പോലും നികൃഷ്ട ജന്തുവിനെ സ്നേഹിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ എന്നെ എനിക്ക് തന്നെ കൊല്ലാൻ തോന്നുന്നുണ്ട്. പൂജ ദേഷ്യവും അമർഷവും ഇടകലർന്ന മുഖത്തോടെ മറ്റെങ്ങോ നോട്ടമെയ്തു. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, വരുന്നിടത്ത് വെച്ച് നോക്കാം. എന്തായാലും അവൻ ഇവിടെ കയറി വന്ന് നിന്നെ ഒന്നും ചെയ്യില്ല. അത് പേടിക്കണ്ട. അങ്ങനെ ഒരു പേടി എനിക്കുമില്ല. അവന് എൻ്റെ കാര്യത്തിൽ പേടിയൊക്കെയുണ്ട്. അല്ലെങ്കിൽ ഗൗതമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ദിവസം അവൻ എന്നെ എങ്ങനെയും കൊണ്ടുപോയേനെ. ആ സമയത്ത് കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ഓരോന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അന്ന് ഓർക്കാൻ വയ്യ.
എന്തായാലും മരിക്കേണ്ടി വന്നാലും ഞാൻ അവൻ്റെ കൂടെ പോകില്ലായിരുന്നു. ഇപ്പോൾ അവൻ എന്താ അടുത്ത പ്ലാനുമായി വരുന്നതെന്ന് നോക്കാം. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയൊരു പരാതി കൊടുക്കാം. ഇവനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? കിരണി പറഞ്ഞതും പൂജയ്ക്കും തോന്നി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന്. കിരണിനിപ്പോൾ അവന് ഞാൻ അടി കൊടുത്തതിൻ്റെ ദേഷ്യം കൂടിയുണ്ടാവും എന്നോട്. എല്ലാം കൂടി എനിക്കൊരു നല്ല പണി കരുതി വെക്കും. എന്തും വരട്ടെ, മരിക്കാൻ ഞാനില്ല, ജീവിക്കണം. അവസാനം വരെ എൻ്റെ ഭാഗത്ത് ശരികളുമായി എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലുതാണ് തനിക്കായി കാത്തുവച്ചിരിക്കുന്നതെന്ന്. തുടരും. ഡെയിലി സ്റ്റോറി ഇടണമെങ്കിൽ ഡെയിലി ഇടുന്ന സ്റ്റോറിക്ക് കമൻ്റ് ഇടണം. ഞാൻ മുടങ്ങാതെ സ്റ്റോറി ഇപ്പോൾ ഇടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് ഇടണം. താങ്ക് യു.